ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ഇൻ ജീസസ് നെയിം. നമ്മൾ വീണ്ടും നമ്മുടെ മോൾ ടീച്ചറിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രൊഫസറായിരുന്നു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ. മോളി ടീച്ചറിൻ്റെയും മോൻ ഷിക്കിൻ്റെയും അവരുടെ ഒരു ഹോളിഡേ വില്ല കുട്ടിക്കാനത്തുള്ള അവിടെയാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു. ഇന്നിപ്പോൾ മൺഡേ മോർണിംഗ്. ഇന്നലെ കട്ടപ്പന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ചേറ്റുവഴി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ വന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ ഓൺലൈൻ ഒരു മീറ്റിംഗ് ചെയ്തു. അതിനുശേഷം രാവിലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. കാണുന്നതല്ല, വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാം. ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഫുഡാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കുട്ടിക്കാനത്ത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ടീച്ചറിനെയും ഷിക്കിനും ടിപ്സ് ഓഫ് ട്രൂത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കർത്താവിൻ്റെ അക്സെപ്റ്റൻസും കർത്താവിൻ്റെ അപ്രൂവലും രണ്ടും രണ്ടാണ്. കർത്താവിൻ്റെ അടുക്ക വന്ന ആരെയും കർത്താവ് തള്ളിക്കളഞ്ഞില്ല, അവരെല്ലാം കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അപ്രൂവ് ചെയ്തത് കുറച്ച് പേരെയാണ്. അതാ ബൈബിളിലൊരു വാക്യമുണ്ട്, വിളിക്കപ്പെട്ടവരോ അനേകം, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് വന്ന, അല്ലെങ്കിൽ കർത്താവ് വിളിച്ച ഒത്തിരി പേരുണ്ട്, പക്ഷെ കർത്താവ് അംഗീകരിച്ചവർ, അവരാണല്ലോ ചൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കാറ്റഗറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആഗ്രഹിക്കാൻ. വെറുതെ ഒരു ക്രിസ്ത്യനായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞങ്ങളുടെ അപ്പനപ്പന്മാരും വല്യപ്പന്മാരും പോലെ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നല്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതാണ്, ഞങ്ങൾ പള്ളിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഒന്നിനൊരു കുഴപ്പമില്ല. പക്ഷേ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, അതിനൊക്കെ അപ്പുറമായിട്ട്. എന്നാൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ നീതി യഹൂദൻ്റെ നീതിയെ അല്ലെങ്കിൽ പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ, നമുക്കറിയാം, യഹൂദന്മാരുടെ നീതി അല്ലെങ്കിൽ യഹൂദന്മാരുടെ ജീവിതം ആ നിയമത്തെ അടിസ്ഥാനമാക്കി എല്ലാം കുറേ സെറ്റ് ഓഫ് റൂൾസ് അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധം, കർത്താവിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമം ഇല്ലാതെ എല്ലാം ആ മിനിമം കാര്യങ്ങൾ ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കുക. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, എല്ലാ യഹൂദനും അങ്ങനെ ആയിരുന്നല്ല പറഞ്ഞാൽ, അതിലും ആൾക്കാരുണ്ട്, പക്ഷേ മെജോറിറ്റി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ നീതി യഹൂദൻ്റെ നീതിയെ കവിയണം. അപ്പോൾ അവർ കർത്താവിൻ്റെ നിയമം അനുസരിച്ച്, ചട്ടം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചട്ടപ്രകാരം, ഇന്ന് നമ്മളും പലപ്പോഴും അങ്ങനല്ലേ, ആ മിനിമം കാര്യങ്ങൾ ആസ് എ ക്രിസ്ത്യൻ നമ്മൾ ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ. നമ്മൾ ക്രിസ്ത്യനാണെന്ന് പോലും പുറത്ത് പറയത്തില്ല. ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ തന്നെ കർത്താവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കത്തില്ല, കാരണം നമുക്കത് ലജ്ജയാണ്, അതെന്തോ ഒരു കുറവ് പോലെ അല്ലെങ്കിൽ കുറച്ചിൽ പോലെ. അപ്പോൾ അതൊക്കെ മാറണം. കാരണം നമ്മുടെ ലോകത്തിൽ, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വാല്യുബിളായിട്ടുള്ളത് കർത്താവാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്നവരെ കർത്താവ് അപ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കുറച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വന്നു, ഇനിയും അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്നുള്ള രീതിയിൽ വന്നു, അല്ല കുറേ നന്മകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് കേട്ടതാണ്, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒത്തിരി പേര് കർത്താവിൽ വിശ്വസിച്ചു. പക്ഷേ കർത്താവ് അവരെ ആരും വിശ്വസിച്ചില്ല. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു കർത്താവിന് അറിയാം. കാരണം അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മതി. അപ്പോൾ അവരെ കർത്താവ് അപ്രൂവ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്ത് കാണും. അപ്പം നമ്മൾ ആ സെക്കൻഡ് ഒരു അപ്രൂവ്ഡായിട്ടുള്ള ഒരു മകനായിട്ട് മാറണം. കർത്താവ് അംഗീകരിക്കുന്ന, കർത്താവിന് അഭിമാനിക്കാൻ വകയുള്ള, അല്ലെങ്കിൽ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, പഴയ നിയമത്തിൽ അങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, ജോബിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പിശാചിനോട് കർത്താവ് സാക്ഷ്യം പറയാം, നോക്ക് ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയിലില്ല, എന്നെ അനുസരിച്ച്, എന്നെ ഭയപ്പെട്ട് എൻ്റെ വഴികൾ നടക്കുന്ന ഒരു മനുഷ്യൻ. അത് പഴയ നിയമത്തിൽ ജോബിന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു മനുഷ്യൻ തൻ്റെ ജഡത്തിൽ ആയിട്ട് പോലും കർത്താവിന് പ്രസാദകരമായിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ ആ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം പൂർണ്ണനൊന്നുമല്ലായിരുന്നു. പക്ഷേ തൻ്റെ ജഡത്തിൻ്റെ ആ ഒരു അതിൽ ചെയ്യാവുന്ന മാക്സിമം ചെയ്തു. ദാവീദ് പെർഫെക്റ്റ് അല്ലായിരുന്നു, പക്ഷേ കർത്താവ് പറയാം, എൻ്റെ ഹൃദയത്തിന് യോജിച്ചൊരു മനുഷ്യൻ. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിന് നമ്മളെക്കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാൻ ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? കർത്താവിൻ്റെ ഒരു അഭിപ്രായം എന്താ?
എന്നെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു റീഡിങ് എന്താ. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. നമ്മൾ ഇതൊക്കെ ലോകത്തെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ചർച്ചസിലായിരിക്കാം, അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടാണ്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ കർത്താവിനെ ഇമ്പ്രസ് ചെയ്യാനോ പ്ലീസ് ചെയ്യാനായിട്ടോ ശ്രമിച്ചിട്ടുണ്ടോ? ഹൃദയത്തിൽ നിന്ന് എനിക്ക് കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കണം, കർത്താവ് എന്നെ വിളിക്കണം, ദേ ഇവനെ നോക്ക്, ഈസ് ഗുഡ്, പെർഫെക്റ്റ് ഒന്നുമില്ല, പക്ഷേ അവൻ്റെ ഹൃദയം എന്നെ അന്വേഷിക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റും. നമ്മൾ ഇപ്പം ന്യൂജൻ ചർച്ചസ് എല്ലാം ടീച്ച് ചെയ്യുന്നത് കർത്താവിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് വിളിച്ചാൽ മതി, എല്ലാം അങ്ങ് പൂർത്തിയായി, അല്ലെ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു രീതിയാണ്. അത് മാറണം. ബാക്കി അടുത്ത എപ്പിസോഡിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.